ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ ഇന്നെന്തോ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. ശരിക്കും ഈ കിളികളുടെ ചിലപ്പ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. മഴയൊന്ന് മാറിയപ്പോൾ എല്ലാവരും തന്നെ ഇറങ്ങിയിട്ടുണ്ടേ. ഇറയത്ത് കുറേ തുണികൾ എടുപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് വെയിൽ തട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടിട്ടേ. ഇന്നത്തെ ദിവസത്തെ കാറ്റ് ഇതുപോലെയായിരുന്നു കേട്ടോ. നല്ല രീതിയിലുണ്ടായിരുന്നേ. ഇപ്പം നേരെ ഒരു ഉച്ചരയൊക്കെ ആയിട്ടുണ്ട്. ചെറിയൊരു ഇളം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. എത്ര നേരത്തേക്കാണെന്നൊന്നും അറിയത്തില്ല. ഈ കാണുന്നത് മറ്റൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മത്തംവള്ളി കുറേ കാലമായിട്ട് ഇങ്ങനെ പടർന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കായൊന്നും അങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം വലുപ്പമാകുമ്പോൾ തന്നെ പൊഴിഞ്ഞു പോകുമായിരുന്നേ. ഇപ്പം അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കായ ആയിട്ടുണ്ടേ. അത് ഉണ്ടാവുമോ നഷ്ടപ്പെടുമോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നേരം പോകുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അമ്മ ദാ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കായയും പരിപ്പും കറി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ ദാ പാവയ്ക്കേൻ്റെ തോരൻ ഉണ്ടായിരുന്നു. കോവീസിൻ്റെ ഇല കുറച്ച് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കറി എന്ന് പറയുന്നത് വൻപയർ ഇതുപോലെ തോരൻ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ തലേ ദിവസത്തെ അയല പുളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല രുചിയായിരിക്കും കേട്ടോ, പിറ്റേ ദിവസം ആയതുകൊണ്ട്. അങ്ങനെ എല്ലാ കറികളും കൂടെ കൂട്ടി ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറുണ്ടേ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കയറി പോവേ.